ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി നാഗാലാൻഡ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി 25. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്. ആറാമത്തെ ചോദ്യം, ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? ഓപ്ഷൻ ഡി സച്ചിൻ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ഓപ്ഷൻ ബി ദക്ഷിണ ധ്രുവം. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി കൊണാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏതാണ്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് പ്രധാനമായും കാണപ്പെടുന്ന ആറ്റോമിക ധാതു ഏതാണ്? ഓപ്ഷൻ ഡി തോറിയം. അടുത്ത 13ാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യൻ തീരത്ത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി കൊറോമണ്ഡൽ തീരം. 14 വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി നർമ്മദ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ഗുജറാത്ത്.